ഗാഥ സുഖാണോ? അയ്യോ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. അതെ, ഇപ്പൊ എന്നോട് ഉടക്കാൻ നിക്കണ്ട. ഞാൻ വന്നിരിക്കുന്നത് ഗാഥയോട് നല്ലൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? പെൺകുട്ടികളോട് പറയാനുള്ള ഏറ്റവും നല്ല കാര്യം അവരുടെ കല്യാണ കാര്യമല്ലേ. നമ്മള് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട പയ്യനില്ലേ ആനന്ദ്, ഇവിടെ വന്ന് വിവാഹാലോചന നടത്തിയത് ഞാൻ അറിഞ്ഞു. നമുക്ക് അതങ്ങ് നടത്തിയാലോ? എന്ത്? അല്ല, അനിയൻ സാറിനും നല്ലോണം അറിയുന്ന കുടുംബം. ആളും സ്മാർട്ടാണ്, കാനഡക്കാരൻ, ബിസിനസ്സുകാരൻ. സിതാര മാഡത്തിനോട് പറഞ്ഞാലും എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഇവള് പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരുത്തനെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അനിയൻ സാറ് പറഞ്ഞു ഏൽപ്പിച്ചു. അത് നിങ്ങൾക്കൊരു സൗകര്യായി അല്ലേ? രണ്ടുപേരുടെ അടവെനിക്ക് മനസ്സിലായി. നിനക്കൊന്നും നാണമില്ലേടി? എനിക്കൊരു ഭർത്താവുണ്ട്, നവീൻ. കിട്ടിയ അവസരം മുതലാക്കി നവീനെ കൃഷ്ണനെ ഒന്നിച്ച് ചേർക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലേ അത് നടക്കില്ല. കൃഷ്ണയും നവീനെ എന്തിനാ ഒന്നിച്ചു ചേർക്കുന്നേ? അവരൊന്നായതല്ലേ. നവീൻ താലികെട്ടിയത് കൃഷ്ണയുടെ കഴുത്തിലല്ലേ. അവരൊന്നിച്ച് ഒരു മുറിയില് ആദ്യരാത്രി ആഘോഷിച്ചെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ? ഇപ്പോഴും കൃഷ്ണ ജീവിക്കുന്നത് നവീന്റെ കൂടെയല്ലേ. എന്നിട്ട് നവീനെ പിടിച്ചെടുക്കാൻ നീ ശ്രമിക്കുന്നത് എന്തിനാ? അപ്പൊ ആർക്കാടി നാണമില്ലാത്ത? നിനക്ക് നിന്റെ മമ്മിക്കുമല്ലേ. അവരെ ദൈവം കൂട്ടിച്ചേർത്തതാ, നവീനെയും കൃഷ്ണയും. അതില്ലാതാക്കാൻ നോക്കി ജീവിതം നശിപ്പിക്കണ്ട. ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ ഇപ്പൊ വന്ന് ഈ ആലോചനയ്ക്ക് അങ്ങ് സമ്മതിച്ചോ. നിന്റെ മമ്മി എതിർത്താ പോലും അനിയൻ സാർ ഇത് നടത്തിത്തരും. എന്താണ് നീ കാണിച്ചത്? കണ്ണു തുറക്കമ്മേ. കണ്ണു തുറക്കമ്മേ. മിണ്ടുന്നില്ലല്ലോ അമ്മേ. അമ്മ എഴുന്നേക്കമ്മേ. അമ്മേ, ആര്യ നീ ഇപ്പൊ മുറിവേൽപ്പിച്ചെന്നറിയോ? വീട് കിടക്കുന്നത് കണ്ടിട്ട് ഒട്ടും മനസ്സലിയുന്നില്ലടി നിനക്ക്. എനിക്ക് അവരെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ട് പേടിച്ചപ്പോഴേ നീ വട്ടം ചുറ്റി പിടിച്ചത് നിന്റെ മമ്മിയെ അല്ല, ഈ പാവ സ്ത്രീയാ. സ്വന്തം മകളെ എന്ന പോലെ അവൻ നിന്നെ പരിചരിച്ചു. നിന്റെ കൂടെ കിടന്ന് നിന്നെ ഉറക്കി. ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ നന്ദിയെങ്കിലും ഒന്ന് കാണിച്ചുടറി ശോഭൻ. എന്റെ അമ്മേ, എന്നടി നീ ചെയ്തേ? എന്റെ അമ്മ ആരാ? നിന്റെ വേലക്കാരിയോ? ഇതിനകത്തിട്ട് നിന്നെ സ്വന്തം അമ്മയെ പോലെ നോക്കുന്ന എന്റെ അമ്മ നിന്റെ വേലക്കാരിയാണോന്ന് എന്നെ തല്ലാൻ മാത്രം നിനക്ക് ധൈര്യമോടി? തൊട്ടുപോവരുത് അവളെ. തൊട്ടിട്ടുണ്ടെങ്കിലേ ഇതിനകത്തിട്ട് ചവിട്ടി കൂട്ടിക്കളഞ്ഞ്. അവള് നിന്നെ തല്ലിയതിൽ എന്താടി തെറ്റ്? സ്വന്തം അമ്മയെ നോവിച്ചാലേ അന്തസ്സുള്ള ഏത് മകൾ ഇത് തന്നെ ചെയ്യും. നിന്റെ അമ്മ നിനക്ക് വലുതായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ മമ്മിക്കും അവര് ശത്രുവാ. ഞങ്ങളുടെ ജീവിതം തകർത്ത ശത്രു. ഇങ്ങോട്ട് മാറി. എന്തറിഞ്ഞിട്ടടി നീ പറയുന്ന? കുഞ്ഞുനാളില് നിന്റെ മമ്മി നിന്റെ ചുണ്ടില് എന്തിനും നുണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലേ അതിവിടെ വിളമ്പാൻ നിൽക്കണ്ട. നിന്റെ മമ്മിയുടെ ജീവിതം നശിപ്പിച്ചതേ നീയാ, അല്ലാതെ ഈ നിൽക്കുന്ന എന്റെ അമ്മയല്ല. നിന്റെ മമ്മിയെ പോലെ കോടികളുടെ തിളക്കത്തില് അഹങ്കരിക്കുന്നവളല്ല എന്റെ അമ്മ. എന്നെ വളർത്താൻ വേണ്ടി പാടുപെട്ട് പട്ടിണി കിടന്ന് ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്ത് നെഞ്ചും കൂടി ഒരുക്കി പോയവളാ. എന്റെ അമ്മയുടെ ദേഹത്ത് ഒരു പൂ നുള്ളിയിട്ട് വേദനിപ്പിച്ചാൽ പോലും ഞാനത് സഹിക്കില്ല. നീ എപ്പോഴും പറയാറുണ്ടല്ലോ ഗാഥ ശ്രീനിവാസ്, ഗാഥ ശ്രീനിവാസ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ചവളുടെ പേരാണെന്ന്. നിനക്ക് അത്രയ്ക്ക് ചങ്കൂറ്റുണ്ടെങ്കിലേ, നിന്റെ മമ്മി നിന്നെ വളർത്തിയതില് അത്രയ്ക്ക് അഭിമാനം ഉണ്ടെങ്കിലേ
എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ അമ്മയൊന്ന് തൊട്ടു നോക്ക്. അപ്പൊ കാണിച്ചു തരാം ഈ കൃഷ്ണ ആരാന്ന്. മോളെ വേണ്ട, എന്നെ മനഃപൂർവ്വം ഗാതമോളൊന്നും ചെയ്തതല്ലേ. മോളിക്കുട്ടി അടിക്കാൻ ഇവളാരാ അമ്മേ? വാലിന് തീപിടിച്ച പോലെ നീയും നിന്റെ മമ്മിയും നടക്കുന്ന എത്ര ഘട്ടങ്ങളില് ദേ ഈ നിൽക്കുന്ന മോളിക്കുട്ടി സഹായിച്ചിട്ടുണ്ട് നിങ്ങളെ. അതിന്റെ നന്ദിയൊന്നും നീ കാണിക്കണ്ട. ഉപദ്രവിക്കാതിരിക്കുക എന്ന സാമാന്യ മര്യാദയെങ്കിലും കാണിച്ചൂടെ നിനക്ക്? നീ ഇവിടെ എന്റെ സ്ഥാനത്ത് കിടക്കുമ്പോഴേ എന്നെ നിന്റെ മമ്മി വിളിച്ചുകൊണ്ടുപോയി വേഷം കെട്ടിച്ചതേ ഒന്നല്ല രണ്ടല്ല പല വട്ടോ. എന്തിനാ? എനിക്ക് സൂഹിക്കാനോ അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് സമ്പന്നയാവാനോ അല്ല. നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവാനാ. നിന്റെ മമ്മിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാനാ. എന്നിട്ടും അങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കുന്ന എന്നെയും എന്റെ അമ്മയാണ് നിനക്ക് ദ്രോഹിക്കേണ്ടത് അല്ലേടി? മോളെ മതി, മോളിങ്ങ് പോരെ. നോക്ക്, ഇതുവരെ നടന്നതൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു പറയാനേ എനിക്കൊരു തടസ്സമില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആൾമാറാട്ടം നടത്തിയതിന്റെ പേരില് അമ്മയും മോളും അകത്ത് കിടക്കേണ്ടി വരും. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്, കേട്ടോടി? അമ്മ വന്നേ.